ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അജയൻ ജാനകിയോട് പറയുന്നുണ്ട്, ഒരേ ഒരു മകനാ, അവൻ്റെ ഇഷ്ടം നോക്കിയാൽ മതിയായിരുന്നു, വേറൊന്നും നോക്കണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ നയനയുടെ അമ്മയുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇപ്പം അജയേട്ടന് പോലും ഇങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയാം, അതല്ല, പുരോഹിതൻ അച്ഛൻ്റെ വലിയ സുഹൃത്താണ്, ഒരിക്കലും നാശം വരുന്നൊരു കാര്യം അയാൾ പറയില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട്, ഇത് തന്നെ ഞാൻ പറഞ്ഞതിപ്പം, അവരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലോട്ട് ഓരോ ചിന്തകളൊക്കെ വരുന്നത്. ജലജയും ദേവേടത്തിയും പറയുന്നത് വളരെ കറക്റ്റാണ്. ഈ വീട്ടിൽ അർഹതപ്പെടാത്ത 2 മരുമക്കളാണ് വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അജയൻ പറയുന്നുണ്ട്, ഇനി നീയും തുടങ്ങിക്കോ, നീ മാത്രമായിരുന്നു അവർക്കൊരു സപ്പോർട്ടെന്ന് പറയുമ്പോൾ ജാനകി എടുത്ത വായിൽ പറയുകയാണ്, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരെന്നും. നവ്യയില്ലേ, അവളെ പിന്നെയും വിശ്വസിക്കാം. നയന അവൾ തീരെ ശരിയല്ല, ആദർശനെ മയക്കിയെടുത്ത പോലെ ഓരോരുത്തരെയും മയക്കി എടുക്കുമായിരുന്നു. എനിക്കിപ്പോഴല്ലേ ഓരോ കാര്യങ്ങളും മനസ്സിലായെന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ജാനകി കിടക്കുവാണ്. പിന്നെ കാണിക്കുന്ന അനീനെയാണ്. അനി പഴയ ഓരോ കാര്യങ്ങൾ ഓർത്ത് ആകെ അസ്വസ്ഥനായിട്ടിങ്ങനെ ഇരിക്കുവാണ്. രാത്രിയിൽ ഉറങ്ങി കിടന്ന ആദർശം എന്തോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അനിയുടെ മുറിയുടെ ഇതിൽ പോകുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നത് കാണുവാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് അനി അവിടെ ഇല്ലെന്ന് ഓർത്ത് അനിയനെ വിളിക്കുന്നുണ്ട്. അനി വിളി കേൾക്കുന്നില്ല. അത് കഴിയുമ്പോൾ ഫോൺ എടുത്ത് വിളിക്കുവാണ്. ബാൽക്കണി ചെന്ന് താഴ്ത്തു നോക്കുമ്പോൾ അനിയുടെ ബൈക്കും അവിടെ കാണുന്നില്ല. അങ്ങനെ സംശയം തോന്നിയിട്ട് ആദർശം നേരെ നയനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, അവൻ എവിടെ പോയെന്നറിയത്തില്ല, അവൻ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു. ഏത് പെണ്ണായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, ജാതി ഏതായാലും കുഴപ്പമില്ലായിരുന്നു, മതം ഏതായാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇപ്പം അതൊക്കെ പറയാനുള്ള സമയമാണോ ആദർശേട്ടാ? ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, വാ നോക്കാം, ഇവിടെ എവിടെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കുവാണ് കേട്ടോ. അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ആദർശ് പറയുന്നുണ്ട്, നന്ദു അനിയും വലിയ ഫ്രണ്ട്സല്ലേ, ഇനി അവരൊരുമിച്ച് എവിടെയെങ്കിലും പുറത്തു പോയോ, നീ അവളുടെ മുറിയിലൊന്ന് നോക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നയന ടെൻഷൻ അടിച്ച് ഓടിപ്പടച്ച് നന്ദുവിൻ്റെ മുറിയിൽ ചെന്ന് മുട്ടുവാണ് കേട്ടോ. മുട്ടുമ്പോഴത്തേക്കും നന്ദു അവിടെയുണ്ട്. നന്ദുവിനെ കാണുമ്പോഴാണ് നയനയ്ക്ക് പകുതി ആശ്വാസമാവുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനിയെ കാണാനില്ല, എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല എന്നൊക്കെ പറയുവാണ്. അതേ സമയത്ത് ആദർശ് പോലീസിനെ വിളിക്കുവാണ്. പോലീസിനെ വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വിവാഹത്തിന് അത്ര താല്പര്യമില്ല, ഇപ്പോൾ മിസ്സിങ്ങാ എന്നൊക്കെ പറയുമ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, ആ നമ്പർ എന്താ, ഞാനൊന്ന് ട്രേസ് ചെയ്തിട്ട് ലൊക്കേഷൻ പറയാം എന്ന് പറയുകയാണ്. അതേമ്പോൾ നന്ദു പറയുകയാണ്, ഇല്ല ചേച്ചി, ഇവിടെ വന്നില്ല, എന്നെ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പം കല്യാണത്തിന് അനി മേടിച്ചെന്ന് സാരി കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നയന പറയാം, ഞാൻ എവിടെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് നന്ദു ആകെ വിഷമിച്ച് എനിക്ക് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. തിരിച്ച് നയന എത്തുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ്, സാറിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, സാറ് ട്രേസ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും എസ് ഐ തിരിച്ച് വിളിക്കുവാണ് കേട്ടോ. തിരിച്ച് വിളിക്കുമ്പോൾ എസ് ഐ പറയുവാണ്, ആദർശ് പൂതക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അയാളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ കാണിക്കുന്നത്, അവിടെ ആരെങ്കിലും പുള്ളിക്ക് ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന് പറയുകയാണ്, നന്ദുവിൻ്റെയും അനിയുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ടുണ്ട്, അവർക്ക് അവിടെ ഒരു റിസോർട്ടുണ്ട്, ഇനി അവിടെ ആയിരിക്കും ആദർശ് ചേട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുക, നിനക്ക് സ്ഥലം അറിയാമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, ഇനി കാറ് സ്റ്റാർട്ടാക്കുന്ന കേട്ട് ആരെങ്കിലും എഴുന്നേക്കുമോ എന്ന് പറയുമ്പോഴേക്കും നയന പറയാം, പെട്ടെന്ന് പോവാം, അനിയില്ലാതെ നമുക്കിവിടെ തിരിച്ചു വരാൻ പറ്റത്തില്ല, പെട്ടെന്ന് ആട്ടെ എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിക്കും ആദർശ് അനിയെ സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറയുവാണ്. എന്നിട്ട് പറയാം, ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എല്ലാ ദാമ്പത്യ ബന്ധവും അങ്ങനെയാണ്, ഫുൾ പൊരുത്തമൊന്നും ഉണ്ടാവില്ല, ഇപ്പം നമ്മുടെ ആണെങ്കിൽ തന്നെ നോക്കുമെന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്, പുരോഹിതൻ നമ്മുടെ കല്യാണം നടന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലായിരുന്നു, അതുകൊണ്ട് ആര് പിരിക്കണമെന്ന് വെച്ചാലും നമ്മൾ പിരിയില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ അനിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലാന്നും കൂടെ നീ ഓർക്കണം എന്ന് പറയുവാണ്. അങ്ങനെ അവർ റിസോർട്ടിലെത്തി റിസപ്ഷനിൽ അന്വേഷിക്കുമ്പം അനി റൂം 307 ഉണ്ടെന്ന് പറയുവാണ് കേട്ടോ. ഓടിപ്പടിച്ച് ആദർശം നയനയും കൂടെ റൂമിൽ ചെന്ന് വാതിലെ മുട്ടുമ്പം നന്ദുവിൻ്റെ അനിയുടെ ഫ്രണ്ട് വന്ന് വാതിൽ തുറക്കുവാണ്. ഫ്രണ്ടിനെ കാണുമ്പോഴത്തേക്കും ആദർശ് ചോദിക്കുവാണ്, അനി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ കണ്ട് അവരാകെ ടെൻഷൻ അടിച്ച് ചേച്ചി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് അകത്തേക്ക് കയറി നോക്കുവാണ്. ആ സമയത്ത് അനി അവിടെ നല്ല കുടിച്ച് ഫിറ്റായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇത് കാണുന്ന ആദർശിന് നല്ല ദേഷ്യം വരുവാണ്. ആദർശ് അനിയോട് വാ പോവാം, നാളെ നിൻ്റെ കല്യാണം അല്ലേന്ന് ചോദിക്കും. ആരുടെ കല്യാണം, ഏത് കല്യാണം, ഞാനെങ്ങും കല്യാണം കഴിക്കുകയില്ല, ഒരിക്കലും നടക്കാൻ പോകാത്ത കല്യാണത്തെ പറ്റിയാണ് നിങ്ങളീ പറയുന്നതെന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന് ആദർശ് ഒറ്റയടി അടിക്കുവാണ് കേട്ടോ അനിക്കിട്ട്. ഇതൊന്നും അടി കിട്ടിയ പോലും അറിയാതെ അനി പിന്നെ ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയം നയന പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഈ കാണിക്കുന്നത്, വാ അവനെ അടിക്കല്ലേ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറയുവാണ്, ആദർശേട്ടാ ഞങ്ങൾ ഈ കാര്യത്തിൽ നിഷ്കളങ്കനാണ്, എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം എന്നിങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നയന ഇനി ആദർശേട്ടനോട് ഫ്രണ്ട്സ് നന്ദുവിൻ്റെ കാര്യം വല്ലതും പറയുമോ, ഇനി ആ കാര്യമാണോ പറഞ്ഞതെന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആദർശാണെങ്കിൽ ഫ്രണ്ടിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ, എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട്.
അതേസമയത്ത് ഒരു ബോധവും ഇല്ലാതെ പിന്നെ ഓരോ പിച്ചുമ്മയും പറഞ്ഞ് ഈ കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ ഓരോ സംസാരവുമായിട്ട് അനി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്